CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെന്റർ ഫോർ ഹാർട്ട് സയൻസസ് കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. എൽബോ എക്യുപ്മെന്റ് സന്ദർശിക്കൂ. വ്യത്യസ്തമായ ഒരു ഷോപ്പിംഗ് അനുഭവിച്ചറിയൂ. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അത്ലറ്റിക് ഫെഡറേഷൻ കൊള്ളസംഘമാണെന്ന് PU ചിത്രയുടെ പരിശീലകൻ സിജിൻ NS. താഴ്ന്ന നിലയിൽ നിന്നും വന്ന് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന പ്രതിഭകളെ തഴയുന്ന സമീപനമാണ് അത്ലറ്റിക് ഫെഡറേഷൻ സ്വീകരിക്കുന്നതെന്നും സിജിൻ ശ്രീകൃഷ്ണപുരത്ത് പറഞ്ഞു. CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിയും മുതിർന്ന നേതാവുമായ PM വാസുദേവൻ മാസ്റ്ററുടെ രാജിയുടെ കാര്യത്തിൽ ജില്ലാ നേതൃത്വം ഉചിതമായ നടപടി കൈക്കൊള്ളുമെന്നാണ് പ്രതീക്ഷയെന്ന് മുഹമ്മദ് മുഹ്സിൻ MLA. പാർട്ടിയിൽ നിന്നും വിട്ടുപോകുവാനുണ്ടായ സാഹചര്യം നേതൃത്വം ഗൗരവമായി പരിശോധിക്കണമെന്നും MLA പറഞ്ഞു. വ്യാജ ഡോക്ടർ ചെർപ്പുളശ്ശേരിയിൽ പിടിയിലായി. 2 മാസമായി കുലുക്കല്ലൂർ മപ്പാട്ടുകരയിൽ ക്ലിനിക് നടത്തിവരുന്ന അബ്ദുൽ ഗഫൂറാണ് പിടിയിലായത്. ദേശീയ നഗര ഉപജീവന പദ്ധതി ഒറ്റപ്പാലം നഗരസഭയിൽ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി തെരുവിലലയുന്ന അശരണരെ പുനരധിവസിപ്പിക്കുന്നു. പദ്ധതിയുടെ ഭാഗമായുള്ള സർവേ നടപടികൾക്ക് തുടക്കമായി. അത്ലറ്റിക് ഫെഡറേഷൻ കൊള്ളസംഘമാണെന്ന് PU ചിത്രയുടെ പരിശീലകൻ സിജിൻ NS. നീതിയും ന്യായത്തിനും ഇവിടെ വിലയില്ലെന്നും താഴ്ന്ന നിലയിൽ നിന്നും വന്ന് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന പ്രതിഭകളെ തഴയുന്ന സമീപനമാണ് അത്ലറ്റിക് ഫെഡറേഷൻ സ്വീകരിക്കുന്നതെന്നും സിജിൻ ശ്രീകൃഷ്ണപുരത്ത് പറഞ്ഞു. ലോക അത്ലറ്റിക് മീറ്റിൽ പങ്കെടുക്കുവാനുള്ള അവസരം ഏഷ്യൻ അത്ലറ്റിക് മീറ്റിൽ 1500 മീറ്ററിൽ ഇന്ത്യയ്ക്കു വേണ്ടി സ്വർണം നേടിയ PU ചിത്രയ്ക്ക് നിഷേധിച്ചതിനെതിരെ നടത്തിയ പ്രതിഷേധ കൂട്ടായ്മയിൽ ചിത്രയുടെ പരിശീലകൻ സിജിൻ NS മുഖ്യപ്രഭാഷണം നടത്തവെയാണ് അത്ലറ്റിക് മീറ്റ് ഫെഡറേഷനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയത്. അത്ലറ്റിക് ഫെഡറേഷൻ എന്ന് പറയുന്ന ഒരു കൊള്ളസംഘമാണ്. അവിടെ നീതിക്കും ന്യായത്തിനും വിലയില്ല. ചിത്രയെ പോലെയുള്ള താഴേക്കിടയിൽ നിന്നുള്ള കായിക താരങ്ങൾക്ക് അവിടെ വിലയില്ല, അല്ലെങ്കിൽ അവരുടെ കഷ്ടപ്പാടുകൾ എന്താണെന്നുള്ള മനസ്സിലാക്കാനുള്ള വ്യക്തികൾ അത്ലറ്റിക് ഫെഡറേഷനിലില്ല. ഇന്ത്യയിലെ അത്ലറ്റിക്സിന്റെ ഏറ്റവും ഉയർന്ന, അല്ലെങ്കിൽ ഇന്ത്യയിലെ അത്ലറ്റിക്സ് നിയന്ത്രിക്കുന്നത് അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംഘടനയാണ്. ഈ സംഘടന ഇപ്പോൾ ഒരു കൊള്ളസംഘത്തിന്റെ കയ്യിലാണ്. അവിടെ ഗുണ്ടായുസവും ബാക്കിയുള്ള കാര്യങ്ങളും മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അത് പറയുന്നതിൽ നമ്മൾക്ക് വിഷമമുണ്ട്. ചിത്രയെ പോലെയുള്ള കായിക താരം ഏഷ്യൻ മീറ്റിൽ, ചിത്ര മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും, ചിത്ര അതുപോലെ ഉത്തർപ്രദേശിലെ അജയ് കുമാർ സരോജ് എന്ന് പറഞ്ഞ ഒരു കായിക താരവും, അതുപോലെ ഡൽഹിയിലെ സുധാ സിംഗ് എന്ന് പറഞ്ഞ 3000 മീറ്റർ സ്റ്റീപ്പിൾ ചേസിലെ ഈ 3 പേരാണ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ താരങ്ങൾ. ഈ 3 പേരെയും പെർഫോമൻസ് ഇല്ല എന്ന പേരിലാണ് അത്ലറ്റിക് ഫെഡറേഷൻ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ നിന്ന് PU ചിത്രയുടെ കോളേജായ VTB കോളേജ് മാനേജ്മെന്റ്, ജീവനക്കാർ, വിദ്യാർത്ഥികൾ എന്നിവരടങ്ങുന്ന കൂട്ടായ്മയാണ് പ്രതിഷേധം രേഖപ്പെടുത്തിയത്. കടമ്പഴിപ്പുറം ബസ് സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ E ജയൻ അധ്യക്ഷത വഹിച്ചു. ശ്രീ ശങ്കര ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറിയും കോളേജ് അസിസ്റ്റന്റ് മാനേജറുമായ ജയരാമൻ നമ്പൂതിരി കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്റർനാഷണലൊക്കെ എത്തിയപ്പോൾ അന്നാണ് VTB കോളേജിൽ ഇങ്ങനെ ഒരു താരമുണ്ടെന്നതിന് ഈ നമ്മുടെ കോളേജിന് വളരെ കീർത്തി നേടി കൊടുത്ത കുട്ടിയാണ്. അങ്ങനെയുള്ള കുട്ടി ഏഷ്യാഡിൽ തൻ്റെ കന്നി അംഗത്തിൽ തന്നെ സ്വർണം നേടി. എന്നിട്ട് ബാലിശമായ ഓരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ ലോക അത്ലറ്റിലേക്ക് പ്രവേശിപ്പിക്കാൻ പറ്റുകയില്ല എന്നുള്ള ഒരു തീരുമാനം എടുത്തത് ദുഃഖകരം തന്നെയാണ്. വളരെ അനുചിതമായി പോയി. എന്താണ് അതിന് കാര്യമെന്നറിയില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ലോബികളും കൊട്ടേഷൻ സംഘങ്ങളൊക്കെയാണ് ഭരിക്കുന്നത്. അങ്ങനെ ഒരു ലോബികളുമാണോ ഇതിന് പിന്നിലെന്ന് എനിക്കറിയില്ല. എന്തായാലും വളരെ മോശമായ രീതിയാണ്. അതിലേതായാലും അവരുടെ ഒപ്പം നിൽക്കുന്ന കേരള ഒപ്പമാണ് നമുക്ക് മനസ്സിലായി. കഴിഞ്ഞ 2 ദിവസത്തെ ചാനൽ വാർത്തകളും അതുപോലത്തെ പത്രവാർത്തകളും കണ്ടാൽ മനസ്സിലാവും കേരള മനസ്സ് മുഴുവൻ ചിത്രക്കൊപ്പമാണ്. കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളും ജീവനക്കാരും പങ്കെടുത്ത പ്രതിഷേധ കൂട്ടായ്മയ്ക്ക് കായിക വിഭാഗം മേധാവി സദീപ് സ്വാഗതം പറഞ്ഞു. കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ P ഹരിദാസ് നന്ദി രേഖപ്പെടുത്തി. അധ്വാനത്തിൻ പ്രതിഫലനം ഇന്ത്യക്കായി നീ നൽകൂ, ചിത്രക്കായി നീ നൽകൂ.
CCI ന്യൂസ് കടമ്പഴിപ്പുറം. CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിയും മുതിർന്ന നേതാവുമായ PM വാസുദേവൻ മാസ്റ്ററുടെ രാജിയുടെ കാര്യത്തിൽ ജില്ലാ നേതൃത്വം ഉചിതമായ നടപടി കൈക്കൊള്ളുമെന്നാണ് പ്രതീക്ഷയെന്ന് മുഹമ്മദ് മുഹസിൻ MLA. അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പോകുവാനുണ്ടായ സാഹചര്യങ്ങൾ നേതൃത്വം ഗൗരവമായി പരിശോധിക്കണമെന്നും MLA പറഞ്ഞു. പട്ടാമ്പിയിൽ പാർട്ടിക്കുള്ളിലെ വിഭാഗീയത പരിഹരിക്കുവാൻ ജില്ലാ നേതൃത്വം ശക്തമായ ഇടപെടൽ നടത്തിയില്ലെന്നാരോപിച്ചാണ് CPI മുതിർന്ന നേതാവും ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിയുമായ PM വാസുദേവൻ കഴിഞ്ഞ ദിവസം പാർട്ടി സ്ഥാനങ്ങൾ രാജിവെച്ചത്. അദ്ദേഹത്തിന്റെ രാജി വാർത്ത വലിയ ഷോക്കാണ് ഉണ്ടാക്കിയതെന്ന് മുഹമ്മദ് മുഹസിൻ MLA പ്രതികരിച്ചു. പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ മാനസികമായി വേദനിപ്പിച്ചതാണ് രാജിക്ക് പിന്നിലെന്നാണ് പറയുന്നത്. അദ്ദേഹം നിലപാട് തിരുത്തണം. വാസുദേവൻ മാസ്റ്റർ പാർട്ടിയിൽ നിന്നും പിൻവാങ്ങുന്നത് പാർട്ടിക്ക് ഗുണം ചെയ്യില്ലെന്നും അദ്ദേഹത്തിന്റെ രാജിക്കാര്യത്തിൽ ജില്ലാ നേതൃത്വം ഉചിതമായ നിലപാട് സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. തീർച്ചയായിട്ടും അത് നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാവും. പിന്നെ വളരെ നീതിപൂർവമായിട്ടുള്ളൊരു നടപടി നേതൃത്വം സ്വീകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം വാസുദേവ മാഷിനെ എന്തായാലും ഈ പാർട്ടിക്ക്, അതുപോലെ ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്ക്, ജില്ലയിലെ പാർട്ടിക്കും ഒക്കെ അദ്ദേഹത്തെ ആവശ്യമുണ്ട്. അത് പാർട്ടിയും പരിഗണിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹത്തെ പോലുള്ള ഒരാള് പിന്നെ രാജിവെച്ചു എന്ന് പറഞ്ഞപ്പോൾ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു അനുഭവമാണ് ഉണ്ടായത്. അദ്ദേഹത്തിന് കുറച്ചു കാലമായിട്ട് നമ്മുടെ ഇവിടെ നടക്കുന്ന വിഷയങ്ങളിൽ, ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പാർട്ടി ഓഫീസിൽ വെച്ച് നടന്ന ഒരു സംഭവം അടക്കമുള്ള വിഷയങ്ങളിൽ വളരെ ഏറെ മാനസികമായിട്ട് വേദന അനുഭവിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം രാജിക്കത്ത് പാർട്ടിക്ക് കൊടുത്തു എന്നാണ് പറയുന്നത്. കുറച്ചു കാലം അത് റെസ്പോൺസിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയും അത് വരാതിരിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം പരസ്യമായിട്ട് രാജി അറിയിക്കുകയാണ് ചെയ്തത്. എന്തായിരുന്നാലും അദ്ദേഹത്തോട് ആ തീരുമാനം തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഇടപെടലുണ്ടാകണം. അദ്ദേഹത്തെ പോലെയുള്ള ഒരു മുതിർന്ന നേതാവ് പട്ടാമ്പിയിൽ നിന്നും പാർട്ടിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പട്ടാമ്പിയുടെ പാർട്ടിക്കും അതുപോലെ തന്നെ മൊത്തത്തിൽ ജില്ലയിലെ പാർട്ടിക്കും വളരെയേറെ ക്ഷീണം ചെയ്യും. എന്ന് മാത്രമല്ല, അദ്ദേഹം കറകളഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റാണ്. അപ്പം അദ്ദേഹത്തെ പോലുള്ള ഒരാളൊക്കെ നമ്മുടെ പാർട്ടിയിൽ നിന്ന് പോകുക എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല. തീർച്ചയായിട്ടും അദ്ദേഹം തിരിച്ചു വരണമെന്നാണ് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത്. വാസുദേവ മാഷ് പറയുന്നത് അന്വേഷണ കമ്മീഷന്റെ തീരുമാനങ്ങൾ ഉചിതമല്ല എന്നാണ്. എന്തായിരുന്നാലും അന്വേഷണ കമ്മീഷന്റെ തീരുമാനങ്ങൾ എനിക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ജില്ലാ കമ്മിറ്റിയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ, ജില്ലാ എക്സിക്യൂട്ടീവിലോ ജില്ലാ കമ്മിറ്റിയിലോ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ റിപ്പോർട്ട് എന്താണ് പറയുന്നത് എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ അറിയില്ല. അതിന് പറയാൻ പറ്റുന്ന ബന്ധപ്പെട്ട ആളുകളിൽ ഒരാളാണ് വാസുദേവ മാഷ്. പാർട്ടി ഓഫീസിലുണ്ടായ സംഘർഷവും അതിനെ തുടർന്നുണ്ടായ നടപടികളും ശരിയായില്ലെന്നും PM വാസുദേവൻ മാസ്റ്റർ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. ഇതേക്കുറിച്ച് അന്വേഷണ കമ്മീഷന്റെ നിലപാടിനെതിരെയും അദ്ദേഹം വിമർശിച്ചു. എന്നാൽ അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തൽ എന്താണെന്ന് തനിക്ക് അറിയില്ലെന്നും അതറിയുന്ന വ്യക്തിയാണ് PM വാസുദേവൻ മാസ്റ്റർ എന്നും മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. CCI ന്യൂസ് പട്ടാമ്പി. വ്യാജ ഡോക്ടർ ചെർപ്പുളശ്ശേരിയിൽ പിടിയിലായി. 2 മാസമായി കുലുക്കല്ലൂർ മപ്പാട്ടുകരയിൽ ക്ലിനിക് നടത്തിവരുന്ന അബ്ദുൾ ഗഫൂറാണ് പിടിയിലായത്. ഇയാൾ ചാവക്കാട് തിരുവത്ര സ്വദേശിയാണ്. കുലുക്കല്ലൂർ മപ്പാട്ടുകരയിലാണ് ഇയാൾ ക്ലിനിക്ക് നടത്തിയിരുന്നത്. ഡോക്ടർ അബ്ദുൾ ഗഫൂർ BAMS എന്ന ബോർഡ് വച്ചാണ് പരിശോധന നടത്തിയിരുന്നത്. ഈ അടുത്ത ദിവസം ഒരു യുവാവിനെ പരിശോധിച്ച ശേഷം നൽകിയ മരുന്ന് മുഖത്ത് തേച്ച് അലർജി വന്നിരുന്നു. സംശയം തോന്നിയ DYFI പ്രവർത്തകർ ക്ലിനിക്കിലെത്തി ഡോക്ടറുടെ യോഗ്യത ചോദിച്ചതോടെയാണ് ഒരു സർട്ടിഫിക്കറ്റും ഇല്ലെന്ന വിവരം പുറത്തായത്. തുടർന്ന് ചെർപ്പുളശ്ശേരി പോലീസിനെ DYFI പ്രവർത്തകർ വിവരമറിയിച്ചു. ഇതേ തുടർന്ന് നടത്തിയ പരിശോധനയിൽ നിശ്ചിത യോഗ്യതയില്ലെന്ന് പോലീസിന് ബോധ്യപ്പെട്ടു. ഇയാൾ ആയുർവേദ മരുന്ന് നേരത്തെ വിതരണം ചെയ്ത പരിചയത്തിലാണ് പരിശോധന നടത്തിയിരുന്നത്. അബ്ദുൾ ഗഫൂറിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു. SI PM ലിബി, പ്രൊബേഷൻ SI സൂരജ്, ASI സുരേഷ്, CPO സജീഷ്, രഞ്ജിത്ത് എന്നിവരടങ്ങുന്ന സംഘമാണ് അബ്ദുൾ ഗഫൂറിനെ അറസ്റ്റ് ചെയ്തത്. ആൾമാറാട്ടം, മെഡിക്കൽ ആക്ട് എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ്. മപ്പാട്ടുകര സെന്ററിൽ ഒരു ആയുർവേദ ആശുപത്രി തുടങ്ങിയിട്ടുണ്ട്. അവിടുത്തെ ഡോക്ടർ പല വിധത്തിലുള്ള മരുന്നുകൾ നാട്ടുകാർക്ക് സപ്ലൈ ചെയ്യുന്ന അറിഞ്ഞു. ആ വിധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോൾ ഞാനും പ്രൊബേഷൻ SI സൂരജും നമ്മുടെ പോലീസ് പാർട്ടിയും കൂടെ സ്ഥലത്തെത്തി നോക്കിയപ്പോൾ അദ്ദേഹത്തിന് രേഖപ്രകാരമുള്ള യാതൊരുവിധ ലൈസൻസുകളും ഇല്ലായിരുന്നു.
അതുപോലെ അദ്ദേഹം ഡോക്ടർ VK അബ്ദുൽ ഗഫൂർ BAMS എന്ന ബോർഡ് വെച്ചിട്ടാണ് പ്രവർത്തനം നടത്തിയിരുന്നത്. അങ്ങനെ ഒരാളോ അങ്ങനെ ലൈസൻസ്ഡ് പേഴ്സണോ ഇല്ലായിരുന്നു. സ്ഥിരമായിട്ട് ഇദ്ദേഹം മരുന്ന് സപ്ലൈ ചെയ്യുന്ന ആളായിരുന്നു. ഇതിനും കഴിഞ്ഞ 3 മാസം മുമ്പാണ് ഇദ്ദേഹം പല സ്ഥലങ്ങളിൽ ചെറുപ്പശ്ശേരി വന്നിട്ട് ആയുർവേദ മരുന്നുകളുടെ സപ്ലൈ നടത്തിയിരുന്നു. ഇദ്ദേഹത്തിന് മരുന്ന് കഴിച്ച് പലരുടെയും മുഖത്ത് പൊട്ടലും കരിവാളിച്ച പാടുകളും റിയാക്ഷനും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. തികച്ചും ജനങ്ങൾ ഇതറിയുന്നില്ല ഈ ഡോക്ടർ ഏതാണെന്ന്, ഡോക്ടർ യഥാർത്ഥത്തിലുള്ള ആളെന്ന് ആരും മനസ്സിലാക്കുന്നില്ല. അല്ലാതെ ധാരാളം ആൾക്കാർ തന്നെ ചികിത്സ നേടി ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇൻഫർമേഷൻ കിട്ടി. ഞാനും പോലീസും പാർട്ടിയും കേസെടുത്ത് നടപടി സ്വീകരിക്കാനുണ്ടായത്. CCN ന്യൂസ് ചെർപ്പുളശ്ശേരി. ദേശീയ നഗര ഉപജീവന പദ്ധതി ഒറ്റപ്പാലം നഗരസഭയിൽ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി തെരുവിൽ അലയുന്ന അശരണരെ പുനരധിവസിപ്പിക്കുന്നു. പദ്ധതിയുടെ ഭാഗമായുള്ള സർവേ നടപടികൾക്ക് തുടക്കമായി. തെരുവിൽ അലയുന്നവരെ പുനരധിവസിപ്പിക്കുവാൻ, രോഗാവസ്ഥയിൽ ആരോരുമില്ലാതെ പാതയോരങ്ങളിൽ അഭയം പ്രാപിക്കുന്നവർക്ക് അന്തിയുറങ്ങുവാൻ അഭയകേന്ദ്രം എന്ന ലക്ഷ്യത്തിലൂന്നിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഒറ്റപ്പാലം നഗരസഭയിൽ ചെയർമാൻ, വൈസ് ചെയർമാൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ഹെൽത്ത് വിഭാഗം, പോലീസ് എന്നിവരടങ്ങുന്ന സംഘമാണ് സർവേ നടത്തിപ്പിനായി തെരുവിലേക്ക് ഇറങ്ങിയത്. 24 പേരെയാണ് ഇത്തരത്തിൽ സർവേയിലൂടെ കണ്ടെത്തിയത്. അതിൽ 22 പേരും അഭയകേന്ദ്രം ആരംഭിച്ചാൽ അവിടേക്ക് താമസമാക്കാം എന്നുറപ്പ് നൽകിയിട്ടുണ്ട്. എന്തെങ്കിലും പണി എടുക്കണ്ട, അതെ, ശരി. ഒരു വീടൊക്കെ തന്ന് അവിടെ പോയി താമസിക്കോ? സ്ഥലം കിടന്നുറങ്ങാനൊക്കെ ഒരു സ്ഥലം ഉണ്ടാക്കി കിട്ടുവാണെങ്കിൽ താമസിക്കാവുന്നുണ്ട്. ഉണ്ടല്ലേ, സന്തോഷം. തെരുവിലലയുന്നവരിൽ ഭിക്ഷാടകരാണ് അധികവും. മാറാരോഗങ്ങളും മറ്റും പിടിപെട്ട് ഏറെ ദുരിതത്തിലാണ് ഇവർ കഴിയുന്നത്. സ്ത്രീകളടക്കമുള്ള വൃദ്ധജനങ്ങളും കുട്ടികളും ഇവരിൽ ഉൾപ്പെടുന്നു. തമിഴ്നാട്, ആന്ധ്ര സ്വദേശികളും കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരെല്ലാം ഇവർക്കിടയിലുണ്ട്. ഇന്ന് 1:30 മണി മുതൽ ആരംഭിച്ചതാണ് ഈ സർവേ. ഏതാണ്ട് ഒരു 10-15 പേരുടെ വിവരശേഖരണം ഇപ്പോൾ നടത്തിയിട്ടുണ്ടായി. പലരും ജോലിക്ക് വന്ന് കിടന്നുറങ്ങാൻ സ്ഥലമില്ലാതെ തെരുവിൽ ഉറങ്ങുന്ന അവസ്ഥയാണ്. ഇപ്പോൾ നഗര ഉപജീവന മിഷൻ എന്നുള്ള ഒരു പദ്ധതി പ്രകാരം ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക് താമസ സ്ഥലം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ പദ്ധതി. അതിനു വേണ്ടിയിട്ടുള്ള പ്രാഥമിക സർവേയാണ് ഇപ്പോൾ നടത്തുന്നത്. എന്തായാലും അതിനുവേണ്ടി നഗരസഭയിലെ ജീവനക്കാരും അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും എല്ലാവരും ഒന്നിച്ചാണ് സർവേ നടത്തുന്നത്. അത് നടന്നു വരികയാണ്. അതിനുശേഷം ഇനി അതിൻ്റെ വിവരം ശേഖരിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ആലോചിക്കുന്നതായിരിക്കും. CCN ന്യൂസ് ഒറ്റപ്പാലം. പട്ടികജാതി കോളനികളുടെ നവീകരണത്തിനായി പെരിന്തൽമണ്ണ നഗരസഭയും പട്ടികജാതി സഹകരണ സംഘവും സംയുക്തമായി കോളനി നവീകരണ അദാലത്തുകൾ നടത്തും. ഓഗസ്റ്റ് 2, 3, 4 തീയതികളിലാണ് അദാലത്തുകൾ നടത്തുക. നഗരസഭയുടെ 25ാം വാർഷികത്തിന്റെ ഭാഗമായി ഈ വർഷത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ച 25 രജത ജൂബിലി മിഷൻ പദ്ധതികളുടെ ഭാഗമായാണ് കോളനി നവീകരണം. നഗരസഭയിൽ 52 കോളനികളിലായി 666 SC വീടുകളുണ്ട്. 3382 പേർ ഈ കോളനികളിൽ താമസിക്കുന്നു. കോളനികളിലെ വീടുകൾ, പൊതുസൗകര്യങ്ങൾ, വെള്ളം, വെളിച്ചം, റോഡ് എന്നിവയിൽ കാലത്തിനനുസരിച്ച് മാറ്റം വരുത്തുക എന്ന ലക്ഷ്യം വെച്ചാണ് നഗരസഭ കോളനി നവീകരണ പദ്ധതി തയ്യാറാക്കുന്നത്. 3 വർഷത്തിനുള്ളിൽ മെച്ചപ്പെട്ട വാസയോഗ്യമായ വീടുകളും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കുവാനാണ് പദ്ധതി. നഗരസഭാ ചെയർമാൻ M. മുഹമ്മദ് സലീമിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അദാലത്തിൽ പട്ടികജാതി സഹകരണ സംഘം പ്രസിഡന്റ് V. രമേശൻ, മറ്റ് ഡയറക്ടർമാർ, നഗരസഭാ ഉദ്യോഗസ്ഥർ എന്നിവരും പങ്കെടുക്കും. CCN ന്യൂസ് പെരിന്തൽമണ്ണ. മഴയും വെയിലും ഒരുപോലെ അനുഭവിക്കുവാൻ കുമാരനും കുടുംബവും പരിശീലിച്ചു കഴിഞ്ഞു. ചോർന്നൊലിക്കുന്ന താൽക്കാലികമായി പണിത വീട്ടിൽ ദുരിതം പേറി ജീവിക്കുകയാണ് പെരിന്തൽമണ്ണ താഴേക്കോട് മുള്ളൻമട ആദിവാസി കോളനിയിലെ കാട്ടുനായ്ക്കർ വിഭാഗത്തിൽപ്പെട്ട കുമാരനും കുടുംബവും. മക്കളും മരുമക്കളും അവരുടെ കുട്ടികളും അടങ്ങുന്ന 9 അംഗങ്ങൾ ഒരുമിച്ചാണ് ഈ വീട്ടിൽ താമസം. സുരക്ഷയ്ക്കായി വാതിലുകളോ ജനലുകളോ ഇല്ലാത്ത വീട്ടിൽ മഴയെത്തിയാൽ മുഴുവൻ നനയുകയല്ലാതെ മറ്റു വഴികളൊന്നും ഇവർക്കില്ല. ഇത്തരത്തിൽ മഴ പെയ്ത് കുഞ്ഞുങ്ങൾക്ക് പതിവായി പനിയും മറ്റു രോഗങ്ങളും പിടിപെടുന്നത് സ്വാഭാവികമായിരിക്കുകയാണ്. പെരം തേച്ചിട്ടില്ല. 2 മക്കൾ ഇവിടെ ഉണ്ട്. അത് മറ്റാരും പെര തേച്ചിട്ട് വാറ വെച്ചിട്ടില്ല. പിന്നെ എല്ലാ പെര തേച്ചപ്പോൾ നമ്മളെ പെര മാത്രം തേച്ചിട്ടില്ല. മഴ പെയ്തപ്പോ ബുദ്ധിമുട്ട് അങ്ങനെ മഴ വെച്ചുമ്പോ ജനലൊന്നും വെച്ചിട്ടില്ല. അത് കുട്ടി ഒരു മറ്റേ മരമുണ്ട കുട്ടിയുണ്ട്. പിന്നെ മഴ വെച്ചുമ്പോ കാറ്റടിച്ചുമ്പോ
കുട്ടി പറിച്ചിട്ട് ഒരു വട്ടം പനിച്ചു. പിന്നെ എൻ്റെ കുട്ടീൻ്റെ അച്ഛൻ പനിച്ച് കിടക്കുകയാണ്. വെള്ളമൊക്കെ ചോർന്നിരുന്നോ? ആ പെരമെന്ന് ചോറിൻ്റെ മറ്റേ ജനലിന് കാറ്റടിച്ചുമ്പോൾ വെള്ളം ഉള്ളിൽ കിടക്കും. താൽക്കാലികമായി പണിത വീടായതിനാൽ പലയിടങ്ങളിലും പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ്. അടുക്കള വീടിന് പുറത്തായതിനാൽ മഴ പെയ്യുമ്പോൾ അടുപ്പ് നനഞ്ഞ് ഭക്ഷണം പാകം ചെയ്യുവാനും നന്നേ ബുദ്ധിമുട്ടാണ്. അടച്ചുറപ്പില്ലാത്ത ഏതു സമയത്തും പൊട്ടിപ്പൊളിഞ്ഞു വീഴാവുന്ന വീട്ടിൽ 12 വർഷത്തോളമായി താമസിക്കുകയാണിവർ. സർക്കാരിലും ബന്ധപ്പെട്ട അധികാരികൾ കൈവശവും ദുരവസ്ഥ അറിയിച്ചിരുന്നുവെങ്കിലും സഹായത്തിനായി ആരും എത്തിയിട്ടില്ല. മുള്ളൻമട ആദിവാസി കോളനിയിൽ 5ഓളം കുടുംബങ്ങളും കുമാരന്റെ വീടിന് പരിസരത്തായി താമസിക്കുന്നുണ്ട്. നിലമ്പൂർ ITDPയുടെ സ്നേഹവീട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച വീടുകളാണ് കോളനിയിലുള്ളത്. എന്നാൽ വീടുപണികൾ പൂർത്തിയായി മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ വീട് ചോർന്നൊലിക്കുവാനും വിള്ളലുകൾ രൂപപ്പെടുവാനും തുടങ്ങിയിരുന്നു. കോളനിയിലെ ചാത്തൻ ലീല ദമ്പതികളുടെ വീട് പെരിന്തൽമണ്ണ പെൻഷനേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ പുതിയ പ്രവൃത്തികളും ടൈൽ പതിക്കൽ പോലെയുള്ള പ്രവൃത്തികളും നടന്നുവരികയാണ്. കുമാരന്റെ വീട് പോലെ തന്നെ ശോചനീയാവസ്ഥയിലായിരുന്ന വീടുകളാണ് എല്ലാം. എന്നാൽ സാമൂഹ്യ പ്രവർത്തകനായ KR രവിയുടെ നേതൃത്വത്തിൽ ഇവരുടെയെല്ലാം വീടുപണികൾ പുരോഗമിച്ചു വരികയാണ്. കുമാരന്റെ വീട് അന്നും ഇന്നും ശോചനീയമായി തന്നെ തുടരുകയാണ്. എത്രയോ വർഷങ്ങളായി അവരുടെ ഒരു മോഹമായിരുന്നു. പക്ഷെ പണിത ഉടനെ തന്നെ ഒരു ദിവസം രാത്രി ലീല വിളിക്കുകയാണ്, എൻ്റെ വീട് ചോർന്നൊലിക്കുന്നു എന്ന്. അപ്പോൾ അവരൊരു മോഹം ഉണ്ടായിരുന്നു, വീട് ടൈൽസ് ഇടണമെന്നുള്ള മോഹം ഉണ്ടായിരുന്നു. പെരിന്തൽമണ്ണയിലെ ടൗണിലെ പെൻഷൻകാരുടെ KSSPU അവരോട് ബന്ധപ്പെട്ടപ്പം 36,000 രൂപയുടെ ടൈൽസ് വാങ്ങിത്തരികയുണ്ടായി. പിന്നീട് ഈ ടൈൽസ് നിലത്തൊന്ന് പതിക്കാൻ വേണ്ടി പെരിന്തൽമണ്ണയിലെ ഡോക്ടർമാരും സാമൂഹ്യ പ്രവർത്തകരുടെയും സഹായത്തോടുകൂടിയാണ് ഈ വീട് ടൈൽസ് ഇട്ട് കൊടുക്കുന്നത്. അധികാരികൾ വേണ്ട നടപടികൾ എടുക്കാമെന്ന് വാഗ്ദാനം നൽകുകയല്ലാതെ പ്രാവർത്തികമാക്കുവാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. വാഗ്ദാനങ്ങളിൽ തന്നെ ഒതുങ്ങുകയാണ്. കോളനിയിലെ മറ്റു വീടുകൾ അറ്റകുറ്റപ്പണികൾ നടത്തി ശരിയാക്കിയതുപോലെ കുമാരന്റെ വീട്ടിലെയും ചോർച്ച തടഞ്ഞ് വാതിലുകൾ സ്ഥാപിച്ച് താമസയോഗ്യമാക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. CCN ന്യൂസ് പെരിന്തൽമണ്ണ. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ കാണാം.